ഫോണും തരുമോ? എനിക്ക് ചിന്നുവിനൊന്ന് വിളിക്കണം. നാളെ എനിക്ക് സഞ്ജു വേറെ ഫോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവളെ ഒന്ന് വിളിക്കണം. ഒന്ന് ഫോൺ തരാവോ? നീ ഫ്രണ്ടിനെയോ വേറെ ആരെങ്കിലും വിളിക്കാനോ ചോദിച്ചെങ്കിൽ ഞാൻ തരുമായിരുന്നു. പക്ഷെ ചിന്നുവിനെ ഞാൻ തരില്ല. അവളെ വിളിച്ച് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവളെ ആ വീട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടല്ലേ? നടക്കില്ല. അവൾ ഇനി എൻ്റെ ഏട്ടൻ്റെ, അതവിടെ തന്നെ നിന്നോട്ടെ. ചെറ്റ സ്വഭാവം, അത് നിന്നെ വിട്ട് മാറില്ല. നീ എന്തൊക്കെ കാണിച്ചാലും വീട്ടുകാരെല്ലാം അറിയുമ്പോൾ ഞാൻ അവളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ നോക്കോ. എൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കാതെ കയറി പോ പെണ്ണേ. അതെ, ഈ പെണ്ണൊന്നും നിന്നെ വിളിക്കില്ല. അത് നിന്റെ ആരെങ്കിലും തന്നെ വിളിച്ചാൽ മതി. എനിക്കൊരു പേരുണ്ട്, പറ്റുമെങ്കിൽ അത് വിളിച്ചാൽ മതി. എന്തോന്ന് പൂജയെന്നോ? നീ പൂജയല്ല, നീ കാട്ടുമുയല. ഞാൻ കാട്ടുമുയലാണെങ്കിൽ നീ കരടിക്കുട്ടിയാടാ. നീ എന്താ പറഞ്ഞ? ഞാൻ കരടിക്കുട്ടിയോ? നിക്കടി അവിടെ. അതെ, നീ കരടിക്കുട്ടിയോ? എന്തായിപ്പോ അതിന്? അങ്ങോട്ട് വാടി, ആരടി കരടിക്കുട്ടി? കൈ വിട്. പിള്ളേരെ, നിങ്ങൾക്ക് ഞങ്ങൾ രാത്രി ഫുഡ്. ഇതെന്താ ഇത്? അല്ല പിള്ളേരെ, നിങ്ങള് അടി കൂടുമായിരുന്നു. എന്താ ഇത്? അടിയോ? ഞങ്ങളോ? അതെ, ഞങ്ങളോ? അല്ല, ഞങ്ങള് പെട്ടെന്ന് വന്നപ്പോ ഞങ്ങൾ കരുതി നിങ്ങൾ അടി വെക്കുവാന്ന്. അല്ല, ഞങ്ങൾ വന്ന എന്തിനാന്ന് വെച്ചാ ഇനിയിപ്പോ രാത്രി കുക്കിങ്ങിലോട്ടൊന്നും പോണ്ട. ഞങ്ങൾ അവിടെ നിങ്ങൾ കൂടെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ പോന്നു. അയ്യോ ചേട്ടായി, അത് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വെറുതെ. എന്തോന്നുണ്ടാക്കി കഴിക്കുന്ന? ഇവിടെ ഒരു തേങ്ങയില്ല. മര്യാദയ്ക്ക് ഓന്ന് പറ. നിനക്ക് നാണയില്ലേ അവർ പറഞ്ഞോടാം അവിടെ കഴിക്കാൻ പോകാൻ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അല്ല, രണ്ടെണ്ണം കൂടി എന്താ ഒരു രഹസ്യം പറച്ചില്? ഞങ്ങളുടെ അടുത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കേട്ടോ. ഹേയ്, അതെന്ത് വർത്താനോ ചേട്ടത്തി പറയുന്ന? ഞങ്ങൾ കുറച്ച് മുമ്പ് കൂടി നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ നിങ്ങൾ വിളിച്ച സ്ഥിതിക്ക് അങ്ങോട്ടേക്ക് തന്നെ വരാം. ഇത്രയും നേരം എൻ്റെ ദേഹത്ത് ചാടി കടിച്ചിട്ട് ഇപ്പൊ എന്തൊരു മാന്യൻ. എന്നാ രണ്ടാളും വേഗം ഫ്രഷ് ആയിട്ട് അങ്ങോട്ടേക്ക് വാ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. കേട്ടോ മോളെ? ആ ചേട്ടത്തി, ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ടേക്ക് വരാം. ഈ പൂജയുടെ ഫോൺ എന്താ കിട്ടാത്ത? നോട്ട് റീച്ചബിൾ ആണല്ലോ. ഫോൺ ഇതെവിടെ പോയി? അതെ, എനിക്ക് ഉറങ്ങണം. സമയം ഒരുപാടായി. അതിനെന്താ, ചേട്ടൻ ഇറങ്ങണമെങ്കിൽ ചേട്ടൻ കയറി കിടന്ന് ഉറങ്ങിയാൽ പോരെ. എന്നോട് എന്തിനാ പറയുന്നത്? അതെ, ഈ ലൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഉറക്കം വരില്ല. ലൈറ്റ് ഓഫ് ചെയ്യണം. അതിനാ പറഞ്ഞത്. മാറ്. എങ്ങോട്ടായി തള്ളി കയറി പോകുന്ന? ലൈറ്റ് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. ലൈറ്റ് ഓഫ് ചെയ്താൽ എനിക്ക് ഉറക്കം വരില്ല. ഇതെൻ്റെ റൂമാണ്. നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ റൂമിന് പുറത്ത് പോയിരുന്ന് ലൈറ്റ് ഇട്ട് ഇറങ്ങിക്കോ. എനിക്കിവിടെ ലൈറ്റ് പറ്റില്ല. ഞാൻ ഓഫ് ചെയ്യും. ഈ ചൊല്ലാളെ കൊള്ളാലോ. ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ അവരുടെ പെങ്ങളും അല്ല, നിങ്ങളുടെ ഭാര്യയാണെന്നല്ലേ പറഞ്ഞ. അപ്പൊ പിന്നെ ഈ റൂം അത് എന്റെയും കൂടെ അവകാശമല്ലേ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, നിങ്ങൾ പുറത്ത് വെക്കോ. ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ല. ഇതിനെ വായി നാക്ക് കണ്ടായിരുന്നോ? ഒന്നും ആലോചിക്കണ്ട. ഒന്നില്ലെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ, ഇല്ലെങ്കിൽ പുറത്ത് വെക്കോ. ഏതായാലും ഞാൻ ലൈറ്റ് ഓഫ് ആക്കില്ല. ഏട്ടനെ പുറത്ത് പോയി ലൈറ്റ് ഓഫ് ആക്കി വേണമെങ്കിൽ കിടന്നുറങ്ങാം. ചെല്ല്. ഇതിനൊക്കറിയാൻ മാത്രമല്ല, സംസാരിക്കാനും അറിയാം. ഇപ്പോൾ ഒന്നും മിണ്ടാതെ ചെന്ന് കിടക്കാം. ഈശ്വര, എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. എന്നോടൊന്നും പറയലേ. ഉണ്ടായി ചെന്ന് കിടക്കണേ. എനിക്കൊരവസരം വരുവാടി. അപ്പം ഞാൻ തരാം. നീ എന്തായാലും ഇവിടെ തന്നെ കാണുമല്ലോ. എൻ്റെ ഈശ്വര, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. അയാളെ മിണ്ടാതെ പോയി കിടന്നു. അപ്പോൾ അയാൾ പാവമാണ്. ഒന്ന് ചായ ഇട്ട് കുടിക്കാന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമില്ല. ഇവനിതുവരെ എഴുന്നേറ്റില്ലേ? ഇപ്പൊ ശരിക്കും ഒരു കരടിക്കുട്ടി കിടന്ന് ഉറങ്ങുന്ന പോലെയുണ്ട്. ഡോ, എഴുന്നേൽക്ക്. പ്രേം, എഴുന്നേൽക്ക്. നിന്നോടാ. അമ്മ, ചായ പോരട്ടെ? ചായ അല്ല, കുറച്ച് ചാറായം കലക്കി ഞാൻ അങ്ങോട്ട് തരാം. ഇവിടെ ഒന്നുമില്ല, എല്ലാം വാങ്ങണം. എഴുന്നേൽക്ക്. ഹോ, ഈ സാധനത്തിനാണോ രാവിലെ കണി കാണുന്ന? ഇന്നത്തെ ദിവസം പോയി. നിനക്കെന്താ പെണ്ണെ, ഉറക്കമില്ലേ? ചെന്ന് കിടന്ന് ഉറങ്ങ് പോ. മര്യാദയ്ക്ക് എഴുന്നേക്കുന്നോ? ഞാൻ വെള്ളം എടുത്ത് ഒഴിക്കണം. എനിക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ട്. എഴുന്നേക്ക്. വീട്ടിലായിരുന്നെങ്കിൽ ഇതൊന്നും അറിയണ്ടായിരുന്നു എനിക്ക്. ഈ ഏർലി മോർണിംഗ് എന്നെ എന്തിനാ വിളിച്ചെണീപ്പിച്ച? എന്ത് തേങ്ങ നിനക്ക് പറയാനുള്ളത്? ഏർലി മോർണിംഗ് മണി എത്രയെന്ന് കണ്ടോ? 10 മണി. ഇതാണോ നിന്റെ ഏർലി മോർണിംഗ്? ഓ, ഇതെനിക്ക് പഠിപ്പിച്ചിടാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ എണീപ്പിച്ചോടെ ഇരുത്തിയിരിക്കുന്നത്? ഈ വീട്ടിൽ പച്ചവെള്ളം വെച്ച് വേറെ ഒന്നുമില്ല. ഒരു ഗ്ലാസ് ചായ പോലും ഇല്ല. സാധനങ്ങളൊക്കെ വാങ്ങണം. അത് പറയാനാ. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങണം. അതിനാ ചെന്ന് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി വിളിച്ചത്. സാധനങ്ങൾ വാങ്ങിച്ചാലേ എന്തെങ്കിലും കഴിക്കാനുള്ളൂ. എനിക്കാണെങ്കിൽ വിശക്കുന്നു. അപ്പോൾ ഇന്നൊന്നും ഇല്ലേ? നീ എന്താ ഇവിടെ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്? ഇന്നലെ അപ്പുറത്തുനിന്ന് കഴിച്ചു. എന്നും അത് പറ്റില്ല. രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തിട്ട് പൈസ ഇടാം. നീ ചെന്ന് വാങ്ങിച്ചിട്ട് വാ.
ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങാനാണോ നീ പറയുന്നത്? പിന്നെ ഈ ഫ്ലാറ്റിലുള്ള മൊത്തം ആൾക്കാരെ വിളിച്ചോണ്ട് പോകണോ നിനക്ക്? അയ്യോ, രാവിലെ തന്നെ നല്ല കോമഡി, അങ്ങ് മാറ്റി വച്ചേക്ക്. ഞാൻ കാര്യമായിട്ടാണ് ചോദിച്ചത്. അല്ല, നിനക്ക് കുക്കിംഗ് അറിയാവോ? കുക്കിങ്ങോ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കി തരാറ്. എൻ്റെ ഈശ്വര, അപ്പോൾ പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചാലും ആര് കുക്കിംഗ് ചെയ്യും? എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. നീ ഒരു പെണ്ണല്ലേ, നിനക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. പിന്നെ എന്ത് തേങ്ങയാണ് നീ ഇത്രയും വർഷം പഠിച്ചത്? അത് ഞാൻ ഓഫീസ് വർക്കൊക്കെ ചെയ്യും, എനിക്ക് പാചകമൊന്നും അറിയില്ല. എൻ്റെ ഈശ്വര, ഇനി അപ്പുറത്തെ ചേട്ടത്തി എന്നെ ശരണം. അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കേണ്ടി വരുമോ ഫുഡ്? പിന്നെ എപ്പോഴും അവർ നമുക്ക് ഫുഡ് തരും. അവർ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാതെ നോക്കിക്കോ നീ. അപ്പം പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കണം. എനിക്ക് ഫുഡ് പോയിസൺ വരും പുറത്തുനിന്ന് കഴിച്ചാൽ. ഇനി ഒരൊറ്റ വഴിയുള്ളൂ, യൂട്യൂബ് നോക്കി നമ്മൾ എന്നെ കുക്ക് ചെയ്യാൻ പഠിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. എന്നാ പിന്നെ ഉറപ്പിച്ചോ, യൂട്യൂബ് നോക്കി നീ ഫുഡ് ഉണ്ടാക്കിയ ഫുഡ് പോയ്സൺ ഉറപ്പാ. രാവിലെ തന്നെ എല്ലാ കാര്യത്തിനും നെഗറ്റീവ് പറയാതെ ചെന്ന് സാധനം വാങ്ങിച്ചിട്ട് വാ, എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാം. പൊന്നുമോളൂടെ റെഡി ആയിട്ട് വാ, എന്തൊക്കെ വാങ്ങണമെന്ന് എനിക്കറിയില്ല. ഓ, അതും അറിയില്ലേ? ശരി, ഞാനും കൂടെ വരാം. എനിക്കും അറിയില്ല എന്താ വാങ്ങേണ്ടതെന്നൊന്നും. ഏതായാലും ഷെയർ എന്നല്ലേ പറഞ്ഞ, ഈ ഒരു മാസം നീ വാങ്ങും, അടുത്ത മാസത്ത് ഞാൻ വാങ്ങാം. ഇവിടെ വന്നപ്പോൾ അഡ്വാൻസിന് ഞാനാ കൊടുത്തത്, അത് നീ മറക്കരുത്. അതുകൊണ്ട് ഈ മാസം നീ വാങ്ങിച്ചോ. മാസത്തേക്ക് ഫുഡ് വാങ്ങാനോ? അതൊന്നും പറ്റില്ല. ഒരു വീക്ക് ഞാൻ, ഒരു വീക്ക് നീ, അങ്ങനെ മതി. ഇവിടെ മാസക്കണക്കിന് ജീവിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? നടക്കില്ല. വീട്ടുകാരോട് എങ്ങനെയെങ്കിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ പോകണമെന്നില്ല. അവനോട് മാസക്കണക്ക് സാധനങ്ങൾ വാങ്ങി ജീവിക്കാൻ വന്നേക്കുക. ഈ ഒരാഴ്ചത്തെ ഞാൻ നോക്കും, അടുത്ത ആഴ്ചത്തെ നീ. എനിക്ക് എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ ഉള്ളതാ. ഓ, രാവിലെ തന്നെ തുടങ്ങി. ഞാൻ പോയി റെഡിയാവാം, വേണമെങ്കിൽ തന്നെ റെഡിയാവും. പോ അമ്മ, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. പുറത്തേക്കോ? ഇപ്പൊ നീ എവിടേക്കാ പോകുന്നത്? പുറത്ത് പോവാ, അവിടെ നേരെ ഓഫീസിൽ പോവും. എന്താ? ഓഫീസിലേക്ക് 2 ദിവസത്തേക്ക് നീ പോകണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, ലീവ് എടുത്തോ. എനിക്കെന്തിനാ ലീവ്? എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാൻ ഇന്നോട്ട് ഓഫീസിൽ പോവും. എന്താ പ്രവീണ ഇത്? നിനക്ക് ലീവ് വേണ്ടായിരിക്കും, പക്ഷെ ലീവ് എടുക്കണം നീ. പ്രവീണെ മോനെ നോക്ക്, ചിന്നു ചെറിയ കുട്ടിയാ, അവൾക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ പേരില നമ്മളെ നാണം കെടുത്താതെ ആ കുട്ടിയെ മണ്ഡപത്തിൽ വന്നിരുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നമ്മ ഒന്ന് നിർത്തുമോ? ഇത് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഞാനിപ്പോൾ എന്താ വേണ്ടത്? ലീവ് എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി, ഞാൻ ലീവ് എടുക്കാം. അത് മാത്രം പോരാ, അവൾക്കിവിടെ ഒരു സാധനവും ഇല്ല. നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. നീ അവളെയും കൂട്ടി ഷോപ്പിങ്ങിന് പോയി അവൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കണം. പ്രവീനെ, ആ കുട്ടി ഒരു കുഞ്ഞാടാ, അതിനോട് ദേഷ്യപ്പെടരുത് പ്ലീസ്. നമുക്ക് വേണ്ടിയാ ആ കുട്ടി ഇതൊക്കെ ചെയ്തത്. അതിനോട് കുറച്ച് സ്നേഹം കാണിക്കുക. എൻ്റെ അച്ഛ മതി, ഞാൻ എന്നെ കൊണ്ട് ഷോപ്പിങ്ങിന് പൊക്കോളാം. അതിന് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ നമുക്കതിനെ പഠിപ്പിക്കാം. നമുക്ക് നല്ലപോലെ തന്നെ നോക്കണം, നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണം. മരുമകളായിട്ടല്ല, മകളായിട്ടാ ഞങ്ങൾ ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ മോൻ പഴയതൊക്കെ മറക്കണം. ആ കുട്ടിയെ സ്വീകരിക്കാനുള്ള മനസ്സ് നീ കാണിക്കണം. ഇത് അച്ഛൻ്റെ അപേക്ഷയാണ്. ഞാൻ ചെന്ന് അവളെ വിളിക്കട്ടെ, അവൾ ഉറങ്ങുക. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ചിന്നു, എഴുന്നേൽക്ക്. അമ്മ, എനിക്ക് ക്ലാസ് ഇല്ല, കുറച്ചുകൂടെ ഉറങ്ങണം പ്ലീസ്. അച്ഛൻ പറഞ്ഞത് ശരിയാ, ഇത് ശരിക്കും കുഞ്ഞു കുട്ടിയാ. പുതപ്പ് മൂടി കിടക്കുന്ന കണ്ട ഇവളിതിനെത്തണ്ടെന്ന് പോലും അറിയില്ല. ചേച്ചി, ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് എനിക്ക് പഠിക്കാനൊന്നുമില്ല പ്ലീസ്. ചേച്ചി. ചിന്നു, എഴുന്നേൽക്ക്, നമുക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകാനുണ്ട്. സമയം ഒരുപാടായി, എഴുന്നേൽക്ക്. പ്രവീണേട്ടൻ, എഴുന്നേൽക്ക്, പെട്ടെന്ന് റെഡിയായിട്ട് വാ, ഷോപ്പിങ്ങിന് പോകണം. ഷോപ്പിങ്ങോ? നിനക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ, അതിന്. എഴുന്നേറ്റ് വാ. പെൺകുട്ടിയല്ലേ നീ? മണി എത്രയെന്നറിയോ? 10 കഴിഞ്ഞു. ഇപ്പോഴും എണീക്കാൻ സമയമായില്ലേ നിനക്ക്? സത്യമായിട്ട് ഷോപ്പിങ്ങിന് പോവാണോ? എന്നെ പറ്റിച്ചതല്ലോ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ ഇത്രയും സന്തോഷിക്കുന്നത്? അതൊന്നും ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പെൺകുട്ടികൾക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വികാരം. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം, ഒരൊറ്റ മിനിറ്റ്. ഇന്നലെ വരെ ചേച്ചി എന്ന് പറഞ്ഞ് ഇവിടെ കരഞ്ഞുകൊണ്ടിരുന്ന മുതല ഇപ്പം കണ്ടില്ലേ? പ്രവീൺ ചേട്ടാ, ഒരൊറ്റ മിനിറ്റ്, ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരാം. പോവല്ലേ? ഇന്നലെ ഇവിടെ ഇരുന്ന് മൂങ്ങിക്കൊണ്ടിരുന്ന സാധനം
ഇപ്പോൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞപ്പോൾ കാര്യം വേണ്ട. ഇതെന്ത് സാധനം? അതെ, അതിനകത്ത് കയറി എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ എടുക്കും. ഒരാഴ്ച എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കും. അതെടുക്കരുത് ഇതെടുക്കരുതെന്നും എൻ്റെ അടുത്ത് പറയരുത്, മനസ്സിലായല്ലോ? നീ എന്തൊക്കെ എടുത്താലും എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനനുസരിച്ച് ഞാൻ എടുക്കും. എനിക്കിങ്ങനെ ചിലവാക്കാനൊന്നും പൈസയില്ല. ഞാൻ നിന്നെ പോലെയല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. നീ നിൻ്റെ ബാധ്യത കെട്ട് ഇറക്കി വെക്കരുത്. എനിക്കിത് കേൾക്കാൻ വയ്യ. അടുത്ത ആഴ്ച ഞാൻ നിനക്ക് വാങ്ങി തന്നോളാം, പോരെ? ഇവൻ്റെ പോക്ക് കണ്ടിട്ട് ഇവൻ എന്നെ മുടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന് വായി നോക്കാതെ കമോൺ ഡാർലിംഗ്, നമുക്ക് ഷോപ്പിംഗ് ചെയ്യണ്ടേ? ബാ. അല്ല, ഇതെന്തോ ബ്രെഡ് ജാമോ ഇതൊക്കെ എന്തിനാ ഇത്രയും? അല്ല, ഈ ബിയർ കുപ്പി എന്തിനാ? 4 എണ്ണമൊക്കെ എന്തിനാ? 1 വീക്ക് 2 ബോട്ടിൽ പോരെ നിനക്ക്? ഇതൊക്കെ വലിയ ചിലവാ. ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ ആവശ്യത്തിനുള്ളതാണ് ഞാൻ എടുക്കുന്നതെന്ന്. ഈശ്വര, ഇവൻ 1 മാസത്തേക്കുള്ളത് 1 ആഴ്ചത്തേക്ക് എടുത്ത് എന്നെ മുടിപ്പിക്കും, ഉറപ്പാ. ആ, ഇതിലൊന്ന് എടുത്ത് വച്ചേക്കാം. ഏതായാലും ഡേറ്റ് എടുക്കാറായി. ഒന്നത് വീട്ടിൽ പോലും അല്ല. ഇതില്ലെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോകും. അതെ, എൻ്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിൻ്റെ കൂടെ കഴിഞ്ഞാൽ ബില്ലിടാം. അല്ല, ഇതെന്താ സാധനം? നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയണം, അതവിടെ വെക്ക്. നിന്റെ തീർന്നില്ലേ? ബിൽ കൗണ്ടറിലേക്ക് പൊക്കോ, ഞാൻ വന്ന് ബില്ലിട്ടോളാം. ഇത് തൊട്ടേനാണോ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? ഇതെന്താന്ന് എനിക്കറിയാലോ. ഇവനെ കൊണ്ട് അറിയാമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് പോയി തരുമോ? എനിക്ക് ബില്ലിടണം. നിനക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തോ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ഷോപ്പിങ്ങിന് കൊണ്ടുവരാൻ പറ്റില്ല. സോ വീട്ടിൽ നിനക്ക് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ എടുക്കണം. ഇനി അതില്ല ഇതില്ല എന്നൊന്നും അമ്മ എടുത്ത് പറയരുത്. ഏയ്, എനിക്കെന്താ ആവശ്യം? എനിക്ക് അത്യാവശ്യമുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസമല്ലേ ഞാൻ അവിടെ നിൽക്കൂ. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. എന്താ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിൽ പോകുന്നോ? എനിക്ക് മനസ്സിലായില്ല. ആ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയുമ്പോൾ എന്നെ 5 എൻ്റെ വീട്ടിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എക്സാം എടുത്തു. ഇനി ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ഒതുങ്ങിയിട്ട് വേണം എനിക്ക് പഠിച്ചു തുടങ്ങാൻ. അതുകൊണ്ടാ. ശരി, സാധനങ്ങളൊക്കെ എടുത്തെങ്കിൽ കൊണ്ട് ബിൽ കൗണ്ടറിൽ പോ, ഞാൻ ബില്ലിടാം. അതെ ചേട്ടാ, 5 ആൻറ്റി പറഞ്ഞു പാല് വാങ്ങണമെന്ന്. അതുകൂടെ ഒന്ന് വാങ്ങണം. ഇത് ബില്ലിട്ടിറങ്ങിയിട്ട് തൊട്ടപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ കയറി പാല് വാങ്ങാം, വാ. പ്രേം, ഞാനൊരു കാര്യം വിട്ടുപോയി. ഞാൻ ബില്ലിടാം. നീ ഒരു കാര്യം ചെയ്യ്. പാലിരിക്കുന്ന സെക്ഷനിൽ പോയി 1 കുപ്പി പാലെടുത്തിട്ട് വാ. ചായ കുടിക്കാതെ തലയൊക്കെ വേദന എടുക്കുക. ചെന്ന് വേഗം എടുത്തിട്ട് വാ. ആ ശരി, ഞാൻ എടുത്തിട്ട് വരാം. ഇതാ, ഈ കാർഡ് പിടിച്ചോ. എൻ്റെ ബാക്കിൽ പിൻ നമ്പർ ഉണ്ട്. നീ പാലെടുത്ത് ബില്ല് ചെയ്തിട്ട് വാ. എനിക്കൊരു അർജൻറ്റ് കോളുണ്ട്, ഞാനത് ചെയ്തിട്ട് കാറിലിരിക്കാം. ആ ചേട്ടാ, ഞാൻ എടുത്തിട്ട് വന്നോളാം. ഇവളെന്നെ ചേട്ടാന്ന് വിളിക്കുന്ന ഏതർത്ഥത്തിലാണ്? അത് കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. അല്ല, ഇവിടെ എവിടെയാ പാലിൻ്റെ സെക്ഷൻ? മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ആ, ഇത് അങ്ങോട്ടാ. ഇതേണ്ടിയിരിക്കുന്നു സാധനം. ഈശ്വര, ഇത് മൊത്തം വലിയ വലിയ ബോട്ടിൽസ് ആണല്ലോ. ഞങ്ങൾ വാങ്ങുന്ന പോലെ പാക്കറ്റ് ഒന്നും ഇവിടെ ഇല്ലേ? ഇതിപ്പോൾ ഞാൻ ഏതാ എടുക്കേണ്ടേ? അത് ചിന്നു അല്ലേ? ഇവളെന്താ ഇവിടെ ഒറ്റയ്ക്ക്? ചിന്നു, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഏട്ടനോടെ വന്നതാണോ അതോ? നല്ല ആളാ. നിങ്ങളൊക്കെ എവിടെയാ? ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇതെന്ത് പോക്കാ പോയ? പ്രേമേട്ടാ, എനിക്ക് ചേച്ചിയോട് സംസാരിക്കണം. ചേച്ചി എവിടെ? അത് ചിന്നു, പൂജയുടെ ഫോൺ ഇടയ്ക്ക് മിസ്സായി. അതാ നീ വിളിച്ചിട്ട് കിട്ടാത്ത. അല്ല, ഏട്ടൻ ഓക്കെ അല്ലേ? നീ എൻ്റെ ഏട്ടൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഏട്ടൻ പുറത്ത് ഭയങ്കര ഗൗരവമാണെങ്കിലും ഉള്ളിൽ പാവ. ഒറ്റയ്ക്കാക്കരുത്. ഏട്ടനോട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. നിങ്ങൾ കരുതുന്ന പോലെ മനഃപൂർവ്വം ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തതല്ല. ഞാനും നിങ്ങളെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. എനിക്ക് എൻ്റെ ചേച്ചിയെ വിശ്വാസം. ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അതെ, അതൊക്കെ പറയാൻ വേണ്ടി വന്നപ്പോൾ അവർ സമ്മതിച്ചില്ല. ചിന്നു, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. ഏട്ടനെ ഒറ്റയ്ക്കാക്കരുത് പ്ലീസ്. നീ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവണം, ഏട്ടൻ്റെ കൂടെ. ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ എൻ്റെ ഏട്ടനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതുവരെ നീ അവിടെ ഉണ്ടാവണം പ്ലീസ്. അത് പ്രേമേട്ടാ, ഞാനവിടെ. ചിന്നു, നിന്നോട് പാലെടുത്തിട്ട് വരാൻ പറഞ്ഞാൽ വരണം. വാ, നടക്ക്. അത് പ്രവീണേട്ടാ. ഞാൻ അവളോട് സംസാരിച്ച ഏട്ടാ, ഞാൻ വാ പോവാം. പാലെടുക്കാൻ പറഞ്ഞ ഇവനെന്താ പാല് കറക്കാൻ പോയോ? എവിടെ? ഇവനിതെന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന? പ്രേം, ഓ പൂജ,
ഇവളോട് തൽക്കാലം ചിന്നുവിനെ കണ്ട കാര്യം പറയണ്ട. നീ എന്താ ഇവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന? പാലെടുക്കാൻ പറഞ്ഞാൽ എടുത്തിട്ട് വരാൻ അറിയില്ലേ? പാല് ഞാൻ ചായ കുടിക്കാറില്ല, അതുകൊണ്ട് ഞാൻ പാലെടുക്കാറില്ല. നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ, ഞാൻ പോവാ. അല്ല പിന്നെ ഇവരെന്ന് നേരത്തെ പറഞ്ഞൂടെ? ഇവരും ഞാനും കൂടെ ഒരു വീട്ടിൽ 1 വീക്കല്ല, ഒരു ദിവസം പോലും പോവില്ല, ഉറപ്പാ. എന്തിനാ അവിടെ നിന്ന് എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? ആ ഏട്ടന് എന്താ പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കായിരുന്നില്ലേ? ചിലപ്പോ അവരുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിലോ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പിന്നെ ഇരുന്ന് സങ്കടപ്പെടുന്നതിനേക്കാളും നല്ലതല്ലേ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ. നിർത്ത്. അവർക്ക് തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാനായിരുന്നു തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എൻ്റെ പ്രേമിന് പൂജ ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇതിനെതിരെ നിൽക്കില്ല. അവരുടെ കാര്യത്തിന് ഞാനേ മുന്നിൽ നിൽക്കുള്ളൂ. പക്ഷേ ഒന്നും പറഞ്ഞില്ല, എന്നെ വിഡ്ഢിയാക്കി രണ്ടുപേരും കൂടി. ഞാൻ എന്താ കേൾക്കേണ്ടേ? പറയുമ്പോൾ പോലും എൻ്റെ പ്രേമെന്നല്ലേ പറഞ്ഞ, പിന്നെന്തിനാ അയാളോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത്? എന്നെ കണ്ട ആ നിമിഷം തൊട്ട് എൻ്റെ ഏട്ടനെ നോക്കണം, എൻ്റെ ഏട്ടൻ്റെ കൂടെ ഉണ്ടാവണം, ഇതൊക്കെ തന്നെയാ നിങ്ങളുടെ അനിയൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രേം അവനെന്താ നിന്നോട് പറഞ്ഞേ? എൻ്റെ ഏട്ടൻ പാവമാണ്, സങ്കടപ്പെടുത്തരുത്, ഉള്ളിൽ പാവമാണ്, പുറത്ത് ഗൗരവം കാണിക്കുവാണ്, പിന്നെന്താ എൻ്റെ ഏട്ടനെ ഒറ്റയ്ക്കാക്കി എങ്ങും പോകരുത്, ഏട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അവനങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നീ എന്താ അവനോട് തിരിച്ചു പറഞ്ഞേ? അതിന് എന്നെ ഒന്നും പറയാൻ വിട്ടില്ലല്ലോ. അതിനു മുന്നേ എൻ്റെ കൈയും പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ? കാര്യമായിപ്പോയി, വന്ന് വണ്ടി കയറ്, വാ പോവാം. ആ ഏട്ടൻ പറഞ്ഞ ശരിയാ, നിങ്ങൾ ശരിക്കും പാവ. പക്ഷേ നിങ്ങൾക്ക് അവർ പറയുന്നൊന്ന് കേൾക്കായിരുന്നു. മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോവും, മനസ്സിലായോ? വന്ന് വണ്ടി കയറ്. ഓ ഞാൻ പോവാ. നോക്കി നടക്കടി. മര്യാദയ്ക്ക് നടക്കാനും നിനക്കറിയില്ലേ കൊച്ചേ? അതല്ല, ഒരാൾ വിടാൻ പോകുമ്പോൾ ഇങ്ങനെ പൂച്ചക്കുട്ടിയെ വലിച്ചു പൊക്കുന്നത് പോലെയാണോ പൊക്കേണ്ട? ഇല്ല, കേഡ്രാമയിൽ വാരിക്കൂരി എടുക്കുന്ന പോലെ ഞാൻ എടുക്കാം. ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ചുരുട്ടി എടുത്തെറിഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോവും. ഓ മൈ ഗോഡ്, ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താലേ ഫുഡ് ഉണ്ടാവുള്ളൂ. പാവൻ്റെ അമ്മ ഫുഡ് ഉണ്ടാക്കി തന്നപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ അടുക്കളയിൽ കയറണം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. 1 മണിക്കൂറായിട്ട് ഇവിടെ അടുക്കളയിൽ കിടന്ന് എന്തുണ്ടാക്കുക? എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. വല്ലതും ആയോ എന്തോ. ഇതൊക്കെ ഇതൊരു 4 എണ്ണം. ബാക്കിയുള്ളത് ഇവളെന്താ ഇവിടെ ഇരുന്ന് എണ്ണി കളിക്കുവാണോ? അയ്യോ, ഇത് കരിയണമല്ലോ, അത് ഞാൻ മറന്നുപോയി. അരിഞ്ഞു വെച്ചേക്കാം. ഇവളുടെ പ്രിപ്പറേഷൻ കണ്ടിട്ട് ഫുഡ് അടുത്ത ആഴ്ചയായിരിക്കും റെഡിയാവുന്ന. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. അയ്യോ, ഇതിന്നൊക്കെ പുക വരുവാണല്ലോ, തെറ്റിപ്പോയോ? ഈശ്വര, തീയല്ലേ? മാറി നിൽക്ക്. ഈശ്വര, തീ കത്തുവാണോ? ഈ കിച്ചൺ മൊത്തം നീ കത്തിക്കോ, മാറി നിൽക്ക്. ഏയ്, നീ എന്താ ചെയ്യാൻ വന്ന? ഒഴിക്കല്ലേ. നീ എന്തിനാ എൻ്റെ ഇടയ്ക്ക് കയറി നിന്ന? വേണ്ടത് നീ എന്തായി ചെയ്തത്? അത് പിന്നെ തീ കത്തുമ്പോൾ വെള്ളം ഒഴിക്കണ്ടേ? അതല്ലേ ഫയർ ആൻഡ് സേഫ്റ്റി പഠിപ്പിച്ചിട്ടില്ല. മാങ്ങാത്തൊലി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, അത് മൊത്തം വെള്ളം ഒഴിച്ച് നശിപ്പിച്ചു. നിന്നെ ഈ പാര എങ്ങോട്ട് വിളിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് തരുമായിരുന്നല്ലോ. ഇറങ്ങിപ്പോ ഇവിടുന്ന്. ആക്ച്വലി മിണ്ടരുത്, പോവാൻ. ഞാൻ പോവാ. സത്യം പറയാലോ, ഇങ്ങനെയാണ് കുക്കിംഗ് എങ്കിൽ ഈ വീട് കത്തിപ്പിടിക്കും, ഉറപ്പാ. ഇറങ്ങിപ്പോടെ തെണ്ടി. കുക്കിംഗ് ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. മനുഷ്യന് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. പൂജ, എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? ഒന്നുമില്ല, എല്ലാം കരിഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്താൽ നിനക്ക് ഫുഡ് പോയ്സൺ വരൂലേ? ഒരു പ്രാവശ്യമല്ലേ, കുഴപ്പമില്ല, നീ ഓർഡർ ചെയ്യും. എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബട്ട് പൈസ ക്രെഡിറ്റ് ആവുന്നില്ലല്ലോ. പൊന്നു മോനെ, മര്യാദയ്ക്ക് പേ ചെയ്തോ. എൻ്റെ കയ്യിലുള്ള പൈസ ഒക്കെ പൊക്കോണ്ടിരിക്കുക, ഇനി ഞാൻ തരില്ല. റീസൺ? ഈശ്വര, അച്ഛൻ എൻ്റെ കാർഡ് ബ്ലോക്ക് ആക്കി. നന്നായി, ഇനി അങ്ങോട്ട് ചിലവിൽ നീ എന്ത് ചെയ്യും? ചുരുക്കി പറഞ്ഞാൽ നിന്റെ അച്ഛൻ നിനക്കിട്ട് നല്ലൊരു പണി തന്നു. ഇനി എല്ലും മുറിയെ പണിതാൽ മാത്രമേ ശമ്പളമുള്ളൂ എന്ന് സാരം. പൈസ കിട്ടുന്നവരെ ഞാൻ നിന്റെ ചിലവിൽ സ്വപ്നം കാണാൻ പോലും എനിക്ക് വയ്യ. നാളെ തന്നെ അച്ഛനെ കാണണം. 5 പൈസ കയ്യിലില്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ദൈവമായിട്ടാ നിനക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. മര്യാദയ്ക്ക് നാളെ മുതൽ എൻ്റെ കൂടെ ജോലിക്ക് വന്നോ, എങ്കിലേ നിനക്ക് കാശ് കിട്ടൂ. നാളെ വന്ന് അച്ഛനെ കാണണം, എന്തിനാ കാർഡ് ഫ്രീസാക്കിയും ചോദിക്കണം. ബട്ട് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇന്നത്തേക്ക് വേണമെങ്കിൽ ഞാൻ ക്യാഷ് അടയ്ക്കാം. അത്യാവശ്യം കഴിക്കേണ്ട സാധനം മാത്രം ഓർഡർ ചെയ്തോ, ഞാൻ പൈസ അടയ്ക്കാം. അത് കേട്ടാൽ മതി. ഞാൻ നേരത്തെ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എത്തും, അപ്പോൾ നീ പൈസ കൊടുത്താൽ മതി.
അപ്പോൾ നേരത്തെ ഓർഡർ ചെയ്തിട്ടാണ് ഇവിടെ ഇരുന്ന് നാടകം കളിച്ചത്. നീ ആള് കൊള്ളാലോ. വെറുതെ ഒന്നുമല്ലല്ലോ, അടുത്ത ആഴ്ച ഇതൊക്കെ ചേർത്ത് ഞാൻ അങ്ങോട്ട് തരണ്ടേ, അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമല്ല. ഞാൻ എൻ്റെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എപ്പോഴാ തീരുന്നെന്ന് പറയാൻ പറ്റില്ല. നാളെ തൊട്ട് ഞാൻ ഓഫീസിൽ പോകും. അങ്കിളിനെ ഫേസ് ചെയ്യാൻ ചെറിയൊരു നാണക്കേടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നീ മാത്രമല്ല, ഞാനും വരുന്നുണ്ട്. എനിക്ക് റീസൺ അറിയണ്ടേ. റീസൺ ഇപ്പം എന്താ? ഇത്രയും നാളും പണി ചെയ്ത് തിന്നില്ലേ? ഇനി മേലാണെങ്കിൽ പണി ചെയ്തിട്ട് കഴിക്കാനായിരിക്കും അങ്കിൾ തീരുമാനിച്ചത്. അതുകൊണ്ടായിരിക്കും നിന്റെ കാർഡ് ഫ്രീസ് ആക്കിയത്. ഓ ആയിക്കോട്ടെ. അല്ല, ഇത് ഞാൻ ഓർഡർ ചെയ്ത കൂട്ടത്തിലില്ലായിരുന്നല്ലോ, അപ്പോൾ നീ വീണ്ടും ചെയ്തല്ലേ? അതെന്റേതാടാ, കഴിക്കല്ലേ. ഷെയർ ചെയ്യുമ്പോൾ ഫുഡും ഷെയർ ചെയ്യണം. ദ്രോഹി പകുതിയിൽ കൂടുതൽ കടിച്ചു. എന്നാലും നിങ്ങൾ കാണിച്ച ശരിയാണോ? അവനിവിടുന്ന് പോയെന്ന് കരുതി അവന്റെ കാർഡൊന്നും ഫ്രീസ് ചെയ്യണ്ടായിരുന്നു. പാവം. ആവൊക്കെ ശരിയാ, പക്ഷെ ദൈവമായിട്ട് നീ കൊണ്ടുവന്ന ചാൻസ് ആയത്. ഇതിലവൻ നന്നായി. കുറച്ച് കാര്യഗൗരവമൊക്കെ വരട്ടെ. ആദ്യം വേണ്ടത് പൈസയുടെ വാല്യൂ അറിയണം. അതിന് ഇങ്ങനെ പറ്റൂ. പക്ഷേ അവന്റെ കൂടെ പൂജ മോളില്ലേ, അവൻ തീർച്ചയായിട്ടും അവളെ ഊറ്റി ജീവിക്കും. നോക്കോ. ആരെടുത്ത് പൂജ എടുത്തു, അവളെടുത്ത് ഒരു കളി നടക്കില്ല. അവന് വേണ്ടി 10 രൂപ ചെലവാക്കി 20 ആട്ടവള് തിരിച്ചു വാങ്ങിച്ചോളൂ. അല്ല, നമ്മുടെ പ്രവീണിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? ഞാൻ പറഞ്ഞതുകൊണ്ട് മോളിങ്ങ് വന്നു. അവള് വീട്ടിൽ പോണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? വിടണോ? അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്. മേ ബി അവർക്കൊരു സ്പേസ് കൊടുത്താൽ ചിലപ്പോ അവര് തമ്മിൽ കണക്ഷൻ കിട്ടിയാലോ? അതാ ഞാനും ആലോചിക്കുന്ന. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നാലോ? അവർക്കൊരു സ്പേസ് കിട്ടുകയും ചെയ്യുമല്ലോ. എനിക്ക് നാളെ ഉച്ചയ്ക്ക് ബോംബെയിൽ പോകണം. നീ കൂടെ വാ. നിന്റെ ഏതെങ്കിലും ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞാൽ മതി അവൻ്റെ അടുത്ത്. മേ ബി ആ ഗ്യാപ്പില് അവർ സെറ്റ് ആവുകയാണെങ്കിലോ? എത്രയും പെട്ടെന്ന് ആലോചിച്ച് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. പ്രവീൺ ചേട്ടൻ ഈ കോളേജിനെ പറ്റി അറിയോ? ഇത് ഈ കോളേജിന്റെ ഇന്റീരിയർ വർക്കൊക്കെ നിങ്ങളുടെ കമ്പനിയിലുള്ളവരാ ചെയ്തെന്നാ ഞാൻ അറിഞ്ഞത്. ഈ കോളേജ് എങ്ങനെയാ? നല്ലതാണോ? ഇതിവിടെ തന്നെ ഫേമസ് കോളേജിൽ ഒന്നല്ലേ? മാത്രമല്ല ഇതിന് നല്ല റിസൾട്ടും ഉണ്ട്. അല്ല, നീ എന്തിനാ ഇപ്പോൾ ഈ കോളേജിനെ പറ്റി അന്വേഷിക്കുന്നത്? എന്തിനായിരിക്കും? അവിടെ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ. വേറെന്തിനാ? ഹലോ, അവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അത്രയും പൈസ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ മാർക്കും വേണം. നിനക്കിതിൽ ഏതെങ്കിലും ഉണ്ടോ? എക്സ്ക്യൂസ് മീ, പണം ഞങ്ങളുടെ കയ്യിലുണ്ടാവില്ല. പക്ഷേ ഞാൻ കോളേജ് ഫസ്റ്റാ. എൻ്റെ റിസൾട്ട് വരുമ്പം കണ്ടോ, എന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ ചേച്ചിയാ. ഞാൻ മെരിച്ചിൽ തന്നെ ആ കോളേജിൽ കയറും. ഇതെന്റെ വാക്കാ. ഇതുവരെ നിന്നെ പഠിപ്പിച്ചത് നിന്റെ ചേച്ചി. ഇനി തൊട്ടങ്ങനെയല്ലല്ലോ. അതെന്താ? ഇപ്പോൾ നീ എൻ്റെ ഭാര്യയല്ലേ? ഈ റൂമിൽ നിനക്ക് അവകാശമുള്ളതുപോലെ നിന്റെ സ്റ്റഡീസിലും എനിക്ക് അവകാശമില്ലേ? അതിന് ചേട്ടൻ എൻ്റെ കഴുത്തിൽ അന്ന് താലി കെട്ടുമ്പോൾ ഇഷ്ടത്തോടെയായിരുന്നു താലി കെട്ടിയത്. ആ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ മനസ്സോടെയും ഇഷ്ടത്തോടെയും കല്യാണം കഴിച്ചാലല്ലേ അത് കല്യാണമാവൂ. നമുക്കിടയിൽ അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു ഇഷ്ടം ചേട്ടൻ്റെ കണ്ണിൽ ഞാൻ കണ്ടുള്ളത് എൻ്റെ ചേച്ചി നോക്കുമ്പോൾ മാത്രം. ആ സ്ഥിതിക്ക് നമ്മുടെ ഈ മാരേജിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ മാറി ഞാൻ എൻ്റെ വീട്ടിൽ പോകും. പക്ഷേ അതുവരെ ഏട്ടനെ സഹിക്കണം. ശരി, ചെന്നിട്ടുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡയറക്റ്റ് സാറിനെ കണ്ട് സംസാരിക്കാനുള്ള ധൈര്യം അതെനിക്കില്ല. പ്രവീൺ സാറിനെ കണ്ട് പറയണം. എല്ലാ കാര്യങ്ങളും സാർ അറിഞ്ഞാൽ പിന്നെ വീട്ടിൽ പറഞ്ഞോളൂ. അതല്ലാതെ വേറൊരു വഴിയില്ല. എങ്ങനെയെന്ന് വെച്ചാൽ ആ ഫ്ലാറ്റിൽ ഞാനും ഇവനും അതൊട്ടും ശരിയാവില്ല. നെക്സ്റ്റ് മന്ത് അമ്മയുടെ ഓപ്പറേഷനാണ്. അതിന് ഇതുവരെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഈ പോക്കാണെങ്കിൽ 1 രൂപ പോലും എനിക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ മൊത്തത്തിൽ ഞാൻ പൊട്ടിപ്പോവും. അച്ഛനെ പോയി കണ്ട് എത്രയും പെട്ടെന്ന് കാർഡ് പഴയതുപോലെ ആക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവളുടെ ചിലവിൽ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഇന്ന് തന്നെ ഏട്ടനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയണം. ഏട്ടനോട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. എക്സ്ക്യൂസ് മീ, മേ കം ഇൻ? യെസ് കം ഇൻ. ഓ അല്ല, ഇതാരാ ഈ വഴിയൊക്കെ? എന്താ, അച്ഛൻ എന്നെ അറിയില്ലേ? അതോ ഞാൻ പോയപ്പോൾ തന്നെ എന്നെ മറന്നോ? മറക്കാനോ? അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നും മറക്കുന്ന ആളല്ല ഞാനെന്ന് നിനക്കറിഞ്ഞൂടെ? അല്ല, അതൊക്കെ പോട്ട്, എങ്ങനെയുണ്ട് മാരേജ് ലൈഫ്? അടിപൊളിയല്ലേ? മിസ്റ്റർ ബ്ലഡി തന്തേ, പണി തന്നിട്ട് അടിപൊളിയാണെന്നോ? എന്തിനാ എൻ്റെ കാർഡ് ഫ്രീസ് ആക്കിയേ?
ഞാനെന്തിനാ അത് ഫ്രീസ് ആക്കാതിരിക്കണം? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാൾക്ക് ഞാൻ ചെലവിന് എടുക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഇവിടെയുള്ള എംപ്ലോയീസിനെ പോലെ കൃത്യമായിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ അതിന്റെ ശമ്പളം എന്തായാലും നിനക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് തന്നെയാണോ അച്ഛൻ്റെ അവസാന തീരുമാനം? ഞാൻ ഒരു തന്തയ്ക്ക് പറഞ്ഞത്, എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, ഇത് തന്നെ എന്റെ തീരുമാനം. മോന് പറ്റുമെങ്കിൽ തുടർന്നു, ഇല്ലെങ്കിൽ വച്ച് നിർത്തിക്കോ. തന്തയാണ് അത്രേ തന്ത. നിന്നെ നന്നാക്കാനുള്ള അവസാനത്തെ കച്ചി തുരുമ്പ, അത് ഞാൻ അങ്ങനെ പാഴാക്കി കളയോടാ. ക്യാബിനിൽ ആരുമില്ലല്ലോ. സാറ് തരെ വന്നില്ലേ? സാറ് വരുമ്പോ ഞാൻ എന്താ തുടങ്ങേണ്ടേ? ആകപ്പാടൊരു വെപ്രാളാണല്ലോ. ഇത് ആദ്യത്തെ എത്രയും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. സാറ് വന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നീ എന്താ എൻ്റെ ഏട്ടൻ്റെ ക്യാബിനിൽ? അത് പ്രവീൺ സാറിനെ കാണാൻ വന്നതാ. ഓഹോ, എന്തിനി? ഞാൻ നിന്നോട് പറയുന്ന മാറി നിൽക്കുക. നീ പറഞ്ഞാൽ ഞാൻ മാറും. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അതിനാണ് ഞാൻ വന്നത്. സോൾവ് ചെയ്തിട്ട് എന്തിനാ ഇപ്പോൾ? പ്രേം, എന്തു പറ്റി? പിന്നെ മാറ്. എന്തിനി? എനിക്ക് ക്യാബിൽ പോകണം. മാറ്. അതെൻ്റെ കണ്ണി നോക്കി പറ. മാറി നിൽക്ക്. നിനക്കെന്താ വട്ടുണ്ടോ? മാറ്, എനിക്ക് പോകണം. ഞാനിങ്ങനെ അടുത്ത് വരുമ്പോൾ നീ എന്തിനാ ഇത്രയ്ക്ക് ടെൻസ്ഡ് ആവണ? എന്താ? ആര് ടെൻസ്ഡായി? ഞാൻ ടെൻഷൻ അടിച്ചില്ല. എനിക്ക് ക്യാബിൽ പോകണം. മാറി നിൽക്കും മുന്നീന്ന്. ചെല്ല്, നീ എത്ര ദൂരം ഓടും? നിന്നെ ഞാൻ എടുത്തോളാടി. ചിനു, അങ്കിളിൽ നിന്നൊരു മീറ്റിംഗ് ഉണ്ട് ബോംബെയില. ആൻറ്റിക്കും പോകണം. ആൻറ്റിയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ. മോള് പഠിക്കണ്ട, ഒറ്റയ്ക്കാക്കില്ല. ഞാൻ പ്രവീണിനോട് പറഞ്ഞിട്ടുണ്ട് വരാൻ. അവൻ നേരത്തെ ഇറങ്ങിക്കോളും. ഓക്കെ അല്ലേ മോള്? ആൻറ്റി ചേട്ടനോട് വരാൻ പറയണ്ടായിരുന്നു. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ട് വിടുവോ? അമ്മ ഒറ്റയ്ക്കല്ലേ, ഞാൻ അവിടെ നിന്നോളാം. ആൻറ്റി വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. ചന്ദ്രവട്ടനം ഞാനും നിന്റെ അമ്മയാട്ടാ ബോംബെക്ക് പോകുന്ന. അവളുടെ എന്റെയും ഫ്രണ്ടാ. ഞങ്ങൾ രണ്ടുപേരുവാ ആ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന. ഓ ആണോ? ഓക്കെ, ആൻറ്റി പോയിട്ടാ. ഞാനിവിടെ നിന്നോളാം, കുഴപ്പമില്ല. എല്ലാം ഓക്കെ അല്ലേ? അല്ലെങ്കിലും ഞാൻ പൊളിയല്ലേ? കുക്കിങ്ങിന്റെ കാര്യത്തിൽ എന്നെ കടത്തി വിട്ടാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇത്ര ചെറിയ സമയം കൊണ്ട് ഞാൻ ഇത്ര ഐറ്റം ഉണ്ടാക്കിയത്. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഡിഷ് വാഷ് തീർന്നു. അതിനിപ്പോ എവിടെയായിരിക്കുന്നത്? ഇത്രയും ഹൈറ്റിലോ? അപ്പൊ ഞങ്ങളെപ്പോലെ ഹൈറ്റില്ലാത്തവര് ഇതൊക്കെ എങ്ങനെ എടുക്കും? അല്ല, ആന്റിക്ക് ഇത്രയും ഹൈറ്റ് ഉണ്ടോ? നിക്ക്. അത് ചേട്ടനെന്താ ഇവിടെ? അല്ല, ഞാനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞാനെന്താ ഇവളോട് പറയണ്ടേ? വിശക്കുന്നുണ്ടാവും അല്ലേ? സാരല്ല, ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നോ. ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം. ജസ്റ്റ് മിനിറ്റ്. എന്ത് ഫുഡ് ഉണ്ടാക്കിയെന്നോ? നിനക്കതിന് കുക്കിംഗ് അറിയോ? ഭാര്യയാണെന്ന് പറഞ്ഞാൽ പോരാ, ഭാര്യയെ പറ്റി എല്ലാം മനസ്സിലാക്കി വെക്കണം. ഞാൻ നല്ല സ്പെഷ്യൽ കുക്കാ. ഞാൻ കഴിച്ചിട്ട് പറയാം എന്താണെന്ന്. ഈശ്വര, ഇതൊക്കെ എന്താ ഐറ്റംസ്? ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. എന്താ നോക്കിയിരിക്കുന്നത്? കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റാ. ഇതിലിപ്പോ ഞാൻ ഏതാ കഴിക്കേണ്ടേ? ഇത് കഴിച്ചോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു കരിഞ്ഞ സ്മെല്ലല്ലേ ഇതിന്? കഴിക്ക്. ഓ എൻ്റെ ദൈവമേ, എന്ത് സാധന ഇത്? കഴിച്ചിട്ട് പാടില്ല. എന്താ എന്തുപറ്റി? കൊള്ളില്ലേ? നന്നായിട്ടുണ്ട് ചേട്ടാ. കൊള്ളില്ലെങ്കിൽ കഴിക്കണ്ട. ഞാൻ ആദ്യമായിട്ടാ ഉണ്ടാക്കിയ. ഏയ് അങ്ങനെയൊന്നുമില്ല, കൊള്ളാം. എനിക്ക് 2 ദിവസം മുമ്പ് പനിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് മസാല ഫുഡൊക്കെ വേണ്ടാന്ന് തോന്നുക. കഞ്ഞിയൊക്കെ കുടിക്കാനാ തോന്നുക. സാരമില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. കഞ്ഞിയാണോ വേണ്ട? 5 മിനിറ്റ് ഞാൻ ഇപ്പം ഉണ്ടാക്കിത്തരാം. ഒന്നുകൂടെ ഇരിക്കുക, ഞാൻ ഇപ്പം വരാം. ഏയ് എനിക്കിപ്പോൾ കഞ്ഞി കുടിക്കണ്ട. ഞാൻ ഇന്ന് കിടക്കാൻ പോവാ. വല്ലാത്ത ക്ഷീണം. നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എടി, എൻ്റെ കഴുത്തുനിന്ന് വിട്. പെട്ടെന്ന് കറണ്ട് പോയി, സോറി. അതൊക്കെ ഓക്കെ. എൻ്റെ കഴുത്തിന്ന് പിടിവിട്. ഇവിടെ ഇപ്പോൾ വേറെ ആരും ഇല്ലല്ലോ. കറണ്ട് വന്നു. ഇതെന്താ വോൾട്ടേജ് ഇല്ലേ?
കറണ്ട് പോകുമ്പോൾ ഇങ്ങനെ അടി കഴുത്തി കയറി പിടിക്കുന്ന നീ എന്ന് എന്നെ കൊല്ലുവോ? അത് സോറി. കറണ്ട് പോയണ്ട, അല്ലെങ്കിൽ നിന്റെ അടുത്ത് ആര് വരും? കറണ്ട് പോയ തക്കത്തിന് എന്നെ അങ്ങ് കയറി പിടിച്ചല്ലേ കൊള്ളി. ഈ വാൾട്ടേജ് എന്ന് വന്നെങ്കിൽ ഞാൻ എൻ്റെ റൂമിൽ പോയനെ. നിന്നോടൊക്കെ ആരെങ്കിലും സംസാരിക്കാൻ വരും, അല്ലെങ്കിലും കയറി പിടിക്കാൻ പറ്റിയ സാധനം. എന്നിനിപ്പോ ഈ ഹാളിൽ തന്നെ ഇരുന്ന് ഉറങ്ങേണ്ടി വരുമോ? ഇതെന്താ ഇപ്പൊ ഒരു വോൾട്ടേജ് കുറവ്? നിനക്ക് തണുക്കുന്നുണ്ട്, എന്നാ ഈ ഷീറ്റ് എടുത്തോ. നാളെ ഓഫീസിൽ പോകണം, എനിക്ക് ഉറക്കം വരുന്നു. ഇതെന്താ വരാത്ത? ഈ ബെഡ്ഷീറ്റ് എടുത്ത് മൂടിക്കോ, എന്നിട്ട് ഇങ്ങോട്ട് നീങ്ങിയിരുന്നോ. അപ്പൊ ചൂട് കാരണം തണുക്കില്ല. ബിൽഡിംഗ് മൊത്തം വോൾട്ടേജ് കുറവാണല്ലോ. ഇനി ഇതിപ്പോ എപ്പ വരും? വന്നാ മതിയായിരുന്നു. മനുഷ്യരാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. ഞാൻ ഉറങ്ങാൻ പോവാ ഇവിടെ തന്നെ. ഇനിയിപ്പോ കറണ്ട് എപ്പ വരും? ഗുഡ് നൈറ്റ്. ഞാനും കിടക്ക. നീ ഇവിടുന്ന് എങ്ങോട്ട് എണീറ്റ് പോവരുത്. നീ എന്തിനാ ചിരിക്കുന്നേ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.